ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമെന്ന വാർത്തകൾ. ടെല്ലവീവിലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭൂഗർഭ ബങ്കർ ലക്ഷ്യമിട്ടാണ് ഇറാൻ അതിമാരക പ്രഹരശേഷിയുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചത് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. എന്നാൽ ഈ മിസൈൽ ബങ്കറിന്റെ പരിസരത്ത് എത്തിയിട്ടില്ല എന്നും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഈ മിസൈലുകളെ തകർത്തെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ആക്രമണത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനോ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവർക്കോ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കേറ്റതോ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആ ഭൂഗർഭ ബങ്കറിന്റെ പരിസരത്ത് ഈ മിസൈൽ പതിച്ചുവെന്നോ ഇതുവരെ സ്ഥിരീകരിക്കുന്ന ഒരു വാർത്തയും പുറത്തു വന്നിട്ടില്ല. എന്നിട്ടും അറബ് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇറാനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ ഇത്തരത്തിൽ ചില വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇറാനെ പൂർണ്ണമായും തകർക്കാനുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളുടെ ഇടവേള പോലുമില്ലാതെ, മിനിറ്റുകളുടെ ഇടവേളയിൽ ഇറാനിലെ ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട്, ഇറാനിലെ ഓയിൽ പ്ലാന്റുകൾ ലക്ഷ്യമിട്ട്, ഇറാനിലെ എണ്ണ സംഭരണ ശാലകൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇറാനിലെ 30 എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളാണ്, എണ്ണ സംഭരണ ശാലകളാണ് ഇപ്പോൾ നിന്നു കത്തുന്നത്, പച്ചയ്ക്ക് നിന്ന് കത്തുന്നത്. ഇത് ഇറാന്റെ അവസാനമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഇനി യുദ്ധത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകലില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഇറാൻ എന്ന രാജ്യത്തിന്റെ അവസാനം കണ്ട് മാത്രമേ ഇനി യുദ്ധം അവസാനിപ്പിക്കൂ. ഇത് പറയുന്നത് ഇസ്രായേൽ എന്ന രാജ്യമാണ്. 10 ദിവസം പിന്നിടുന്നു ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട്. ആ 10 ദിവസത്തിനിടയിൽ 4000-ലധികം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി റോക്കറ്റ് ആക്രമണം, ബോംബാക്രമണം, മിസൈൽ ആക്രമണം ഒക്കെ നടത്തിയത്. നമുക്കറിയാം, ആയത്തുള്ള അലി ഖമനേയി 4 പതിറ്റാണ്ട് കാലം, 40 വർഷത്തോളം ഇറാനെ അടക്കി ഭരിച്ച ഇറാന്റെ അവസാന വാക്കായിരുന്ന ഇറാന്റെ സുപ്രീം ലീഡർ, ആ സുപ്രീം ലീഡറെ തീർത്തത് ഇസ്രായേൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഫൈറ്റർ ജെറ്റുകൾ ആ കൊട്ടാരത്തിന്റെ തലയ്ക്ക് മുകളിലേക്ക് വിക്ഷേപിച്ചത് 30 ബോംബുകളാണ്. ഒന്നല്ല രണ്ടല്ല വർഷങ്ങളോളം ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം മൊസാദ് ചാരപ്പണി നടത്തിയിട്ടാണ് ആയത്തുള്ള അലി ഖമനേയിയുടെ യഥാർത്ഥ ഒളിയിടം കണ്ടെത്തിയത്. ടെഹ്റാനിലും പരിസരങ്ങളിലുമുള്ള മുഴുവൻ ട്രാഫിക്കിന്റെ CCTV ക്യാമറകളും അവർ ഹാക്ക് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഈ ആയത്തുള്ള അലി ഖമനേയിയും അദ്ദേഹത്തിന്റെ സംഘവും എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നറിയാൻ വേണ്ടി. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ, വർഷങ്ങളുടെ കഷ്ടപ്പാടിനൊടുവിലാണ് ആയത്തുള്ള അലി ഖമനേയിയെ കൃത്യമായി തന്നെ അയാളുടെ കൊട്ടാരത്തിൽ അവർ കിട്ടിയത്. ബോംബിട്ടു തീർത്തു. ഒപ്പം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നിരവധി നേതാക്കന്മാരെ, ഖമനേയിയുടെ മകനെയും മകളെയും ചെറുമക്കളെയും അടക്കം അവർ തീർത്തൊടുക്കി. ഇപ്പോൾ ഇതാ പുതിയൊരു സുപ്രീം ലീഡർ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു, മുസ്തഫ ഖമനേയി. ആയത്തുള്ള അലി ഖമനേയിയുടെ പ്രിയപുത്രൻ, 55-56 വയസ്സ് പ്രായമുള്ള മുസ്തഫ ഖമനേയി. ആ മുസ്തഫ ഖമനേയി അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ മുസ്തഫ ഖമനേയിക്ക് നേരെയുള്ള ആക്രമണവും ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഖമനേയി കുടുംബത്തിന്റെ ഒരു പിൻതലമുറക്കാരനും ഇറാന്റെ ഭരണസാരഥ്യം വഹിക്കില്ല എന്ന് ഇറാൻ ആണയിട്ട് പറയുന്നു. അതാണ് ഇസ്രായേൽ ആണയിട്ട് പറയുന്നു. അതാണ് ഇസ്രായേലിന്റെ ജൂതന്റെ വാശിയും ജൂതന്റെ വൈരാഗ്യവും. ജൂതപ്പട രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അമേരിക്ക ഇനി ആവശ്യപ്പെട്ടാലും ഈ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോകുമെന്ന് കരുതാനാകില്ല. ഇറാൻ എന്ന രാജ്യത്തിന്റെ സകലമാന അവസ്ഥകളും കണ്ടുകിട്ട്, ഇറാൻ എന്ന രാജ്യത്തിന്റെ സർവനാശവും കൊണ്ട ശേഷം മാത്രമേ ഇസ്രായേൽ ഈ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നുള്ളതാണ് തുടക്കത്തിൽ നിന്ന് ഇപ്പോഴത്തേക്ക് എത്തുമ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും ഇറാനെ പച്ചയ്ക്ക് കത്തിക്കുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു, സൈനിക പരിശീലന കേന്ദ്രങ്ങൾ ആക്രമിച്ചു, മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചു, ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇപ്പോൾ ഇതാ അവരുടെ എണ്ണ സംഭരണശാലകൾ, ഓയിൽ ശുദ്ധീകരണ കേന്ദ്രങ്ങളൊക്കെ തന്നെ കത്തിച്ചു ചാരമാക്കുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.